മാർച്ച് 29 കയ്യൂർ രക്തസാക്ഷിത്വ ദിനം. കേരളത്തിലെ കർഷക പോരാട്ടങ്ങളുടെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ അധ്യായങ്ങളിൽ ഒന്നാണ് 1941 മാർച്ച് മാസം കാസർഗോഡ് ജില്ലയിലെ കയ്യൂർ ഗ്രാമത്തിൽ നടന്ന കയ്യൂർ സമരം എന്ന കർഷക തൊഴിലാളി സമരം. ജന്മിമാർ നടത്തിയ അമിതമായ പാട്ടം ചുമത്തൽ, കുടിയിറക്കൽ തുടങ്ങിയ ക്രൂരതകൾക്കെതിരെയും ബ്രിട്ടീഷ് ഭരണാധികാരികൾ അവരെ പിന്തുണയ്ക്കുന്നതിനെതിരെയും ആയിരുന്നു ആ സമരം. 1941 മാർച്ച് 21 പ്രകടനം നടത്തിയ സമരക്കാരെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചു. തുടർന്നും പലതരത്തിലുള്ള മർദ്ദനമുറകളുണ്ടായി. ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് മാർച്ച് 28 നടത്തിയ പ്രകടനത്തിനിടയിൽ സുബ്ബരായൻ എന്ന പോലീസുകാരൻ മരണപ്പെടുകയുണ്ടായി. തുടർന്ന് സമരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും നൂറുകണക്കിന് ആളുകളെ കേസിൽ പ്രതി ചേർക്കുകയും 5 പേരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. ഈ 5 പേരിൽ ചൂരിക്കാടൻ കൃഷ്ണൻ നായർ എന്നയാൾക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ ശിക്ഷ ജീവപര്യന്തമായി ഇളവ് ചെയ്തു. മറ്റു 4 പേരായ മഠത്തിൽ അപ്പു, പടവര കുഞ്ഞമ്പു നായർ, കോയിത്തായിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ എന്നീ 4 യുവാക്കളെ 1943 മാർച്ച് 29 കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റി. കേരളത്തിലെ കർഷക പ്രസ്ഥാനത്തിന് പുതിയ കരുത്തു പകർന്ന സംഭവമാണ് ഈ കയ്യൂർ സമരം. തൂക്കുമരത്തിലേക്ക് നടക്കുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കിയ രക്തസാക്ഷികളുടെ ധീരത എങ്ങും വാഴ്ത്തപ്പെട്ടു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വേരോട്ടം വർദ്ധിപ്പിക്കുന്നതിനും ഈ സംഭവം വലിയ പങ്കുവഹിച്ചു. വേലുത്തമ്പി ദളവ രക്തസാക്ഷിത്വ ദിനം. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം ഭരിച്ച ഇന്ത്യയിലെ ആദ്യകാല ദേശാഭിമാനികളിൽ ഒരാളാണ് തിരുവിതാംകൂറിലെ ദിവാൻ ആയിരുന്ന വേലുത്തമ്പി ദളവ. 1765 മെയ് 6 കന്യാകുമാരി ജില്ലയിലെ കൽക്കുളത്ത് അദ്ദേഹം ജനിച്ചു. തിരുവിതാംകൂർ രാജകുടുംബവുമായി അടുപ്പമുള്ള ഇടപ്രഭു കുടുംബമായിരുന്നു അദ്ദേഹം ജനിച്ച കുടുംബമായ വലിയ വീട്. വേലായുധൻ തമ്പി എന്നായിരുന്നു യഥാർത്ഥ പേര് എങ്കിലും വേലുത്തമ്പി എന്ന് കുട്ടിക്കാലം മുതലേ അറിയപ്പെട്ടു. മഹാരാജാവിൽ നിന്ന് ചെമ്പകരാമൻ എന്ന പട്ടം പരമ്പരാഗതമായി ലഭിച്ചവരായിരുന്നു വേലുത്തമ്പിയുടെ കുടുംബക്കാർ. അന്നത്തെ രീതിയിലെ വിദ്യാഭ്യാസത്തോടൊപ്പം ആയോധന കലയിലും വേലുത്തമ്പി പ്രാവീണ്യം നേടി. 20-ാം വയസ്സിൽ കൽക്കുളം മണ്ഡപത്തിൻ്റെ കാര്യക്കാരനായി. ധർമ്മരാജയുടെ മരണത്തിനു ശേഷം തിരുവിതാംകൂർ രാജാവായ ബാലരാമവർമ്മ കാര്യശേഷി കുറഞ്ഞ രാജാവായിരുന്നു. അക്കാലത്തെ ദളവയും അഴിമതിക്കാരനുമായ ജയന്തൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ എങ്ങും അഴിമതി നടമാടി. ഇതിനെതിരെ വേലുത്തമ്പി ദളവ ജനങ്ങളെ കൂടെ കൂട്ടി തിരുവനന്തപുരത്തേക്ക് പ്രക്ഷോഭം നയിക്കുകയും പിന്നീട് അദ്ദേഹം തിരുവിതാംകൂറിൻ്റെ ദളവയായി മാറുകയും ചെയ്തു. ദളവ എന്ന നിലയിൽ അദ്ദേഹം ഒട്ടേറെ ഭരണ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. ബ്രിട്ടീഷുകാരുടെ രാജ്യകാര്യങ്ങളിലുള്ള നിയന്ത്രണത്തെയും കയ്യേറ്റത്തെയും ദളവ എതിർത്തു. ബ്രിട്ടീഷുകാരോട് പോരാടാൻ സംഘടിതമായ ജനകീയ ശക്തി ആവശ്യമാണ് എന്ന് ബോധ്യപ്പെട്ട വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് 1809 ജനുവരി 11 കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ വെച്ച് നടത്തിയ പ്രസംഗം ചരിത്രപ്രസിദ്ധമായ കുണ്ടറ വിളംബരം എന്ന പേരിൽ അറിയപ്പെടുന്നു. തുടർന്ന് ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ടലിൽ ദളവയുടെ സൈന്യത്തിന് തിരിച്ചടി നേരിട്ടു. അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിക്ക് ബ്രിട്ടീഷുകാരുമായി സന്ധി ചെയ്യേണ്ടി വരികയും ദളവയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യേണ്ടി വരികയും ചെയ്തു. ജീവൻ അപകടത്തിലായ വേലുത്തമ്പി ദളവ വടക്കോട്ട് പലായനം ചെയ്ത്
പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി ഭഗവതി ക്ഷേത്രത്തിൽ അഭയം കണ്ടെത്തി. 1809 മാർച്ച് 29 സൈന്യം ക്ഷേത്രം വളഞ്ഞപ്പോൾ സ്വന്തം ആയുധം കൊണ്ട് വേലുത്തമ്പി ദളവ ആത്മബലി അർപ്പിക്കുകയായിരുന്നു. പാപ്പുക്കുട്ടി ഭാഗവതർ ജന്മദിനം. 100-ാം വയസ്സിലും ചലച്ചിത്ര പിന്നണി ഗാനം ആലപിച്ച് ചരിത്രം സൃഷ്ടിച്ച് 107-ാം വയസ്സിൽ അന്തരിച്ച കേരള സൈഗാൾ എന്നറിയപ്പെട്ട നടനും കാഥികനും ഗായകനുമായ പാപ്പുക്കുട്ടി ഭാഗവതർ 1913 മാർച്ച് 29 കൊച്ചി വൈപ്പിൻകരയിൽ ജനിച്ചു. 7-ാം വയസ്സിൽ വേദമണി എന്ന സംഗീത നാടകത്തിൽ ബാലനടനായി അഭിനയിച്ചുകൊണ്ട് കലാരംഗത്തെത്തി. തുടർന്ന് 15,000-ത്തിലധികം വേദികളിൽ നാടക നടനായി നിറഞ്ഞാടി. സംഗീതജ്ഞനായിരുന്ന അദ്ദേഹം ആയിരക്കണക്കിന് വേദികളിൽ സംഗീത കച്ചേരികളും അവതരിപ്പിച്ചു. 37-ാമത്തെ വയസ്സിൽ സിനിമാ നടനും ചലച്ചിത്ര പിന്നണി ഗായകനുമായി. 37-ാം വയസ്സിൽ പ്രസന്ന എന്ന ആദ്യ സിനിമയിൽ പാടുകയും തുടർന്ന് ഗുരുവായൂരപ്പൻ, സ്ത്രീഹൃദയം, 5 സുന്ദരികൾ തുടങ്ങി ധാരാളം സിനിമകളിൽ പാടുകയും ചെയ്ത പാപ്പുക്കുട്ടി ഭാഗവതർ ആദ്യ സിനിമാഗാനം പാടി 60 വർഷം കഴിഞ്ഞ് 2010 97-ാം വയസ്സിൽ മേരിക്കൊണ്ടൊരു കുഞ്ഞാട് എന്ന സിനിമയ്ക്കു വേണ്ടി പാടി ചരിത്രം സൃഷ്ടിച്ചു. 2020 ജൂൺ 22 107-ാം വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത്.